എന്റെ വണ്ടിയുമ്പോ KSRTC തട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്നലെ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലടിയിൽ വന്നുള്ള കുറച്ച് കമന്റ്സുകൾക്കുള്ള മറുപടിയാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് വന്നതിന് മല്ലു ഫാമിലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. KSRTCയുടെ ഒരു സ്വഭാവമുണ്ട് ഈ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ. എൻ്റെ പൊന്നു മക്കളെ, ഇവന്മാരുടെ പോക്കുണ്ടല്ലോ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അവന്മാർ കൊല്ലാൻ പോകുന്ന പോലുള്ള പോക്കും കാര്യങ്ങളൊക്കെ തന്നെ. ഞാനന്ന് പലവട്ടം ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഇവന്മാരെന്തിനാ ഇങ്ങനെ പോകുന്നതെന്ന്. അത് ഞാനൊരു കാര്യം പറയാം, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ അമ്മയും കൂടെ പോയിരിക്കുന്ന സമയത്ത്, അതും ഹോസ്പിറ്റൽ അച്ഛനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് പോയപ്പോൾ ഇവന്മാരെ ഇടിച്ചു കയറി ഇടിച്ചു കയറി വന്ന് ഇടിച്ചോ ഇടിച്ചില്ലെന്നും പറഞ്ഞുള്ള രീതിയിൽ. എന്നിട്ട് ഹരിപ്പാട് സ്റ്റോപ്പ് ചെയ്ത് ബസ് സ്റ്റാൻഡിലാണ്. ഞാൻ എന്നിട്ട് എന്തോടത്ത് ഒന്നും നോക്കിയില്ല, പുറകെ വിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, താൻ എന്തോ പോക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെയാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ 5 മിനിറ്റ് ചേട്ടാ വൈകിയെന്നും പറഞ്ഞാൽ ആകാശം ഒടിഞ്ഞ് വീഴാനൊന്നും പോകത്തൊന്നുമില്ല. ഇപ്പം വണ്ടി ഇടിച്ചാലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായെന്ന് വെച്ചപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. എപ്പം ഞാൻ താൻ അവിടെ വെച്ച് വെട്ടിച്ചിട്ട് പോയതോ? എൻ്റെ പൊന്നു മോനെ, എനിക്കതൊന്നും അറിയത്തില്ല. അവർക്കിതേ ഉള്ളൂ. എൻ്റെ പൊന്നു, അവരുടെ പോക്കും മട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും, ഇവർക്കൊക്കെ ചില ഈ അടുത്ത ഒരു വർഷം 2 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഒരു ചെറുക്കൻ ഒരു KSRTC ഡ്രൈവറിൻ്റെ മൂക്കിടിച്ച് വരുത്തി. ഉള്ള റീല് മൊത്തം ആ അപ്പൂപ്പൻ്റെയാണ്. ആ പുള്ളി സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോര ഒലിപ്പിച്ച് നിൽക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ആൾക്കാർ വന്ന് ചാമുന്നുണ്ടെങ്കിൽ ഇവറ്റയുടെയൊക്കെ ഇതുപോലത്തെ പോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ്. ഇപ്പം തന്നെ മല്ലു ഫാമിലെ സുജന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. പുള്ളി പോയപ്പോൾ പുള്ളിയുടെ കാറെ വന്ന് തട്ടി ആകെപ്പാട സീനായി. അത് പോട്ടെ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവന്മാരെ പിടിച്ചു നിർത്തുന്ന സമയത്താണെങ്കിൽ അവൻ ബസ് എടുത്തുകൊണ്ടിരിക്കുക. അത് വല്ല ഒന്ന് തട്ടിയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. കാരണം ഇവരുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓക്കെ, ഒരു ഗവൺമെന്റ് KSRTC വന്നിട്ട് ഇപ്പം നമ്മുടെയൊക്കെ ഒരു വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ വർഷങ്ങളോട്ട് നമ്മൾ ഇതിന്റെ പുറകെ നടക്കണം. ഇവന്മാർക്ക് ഒരു കൂസലും കാര്യങ്ങളും ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ ഈ ഒരു സിസ്റ്റം മാറ്റണം. ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സിസ്റ്റമാണ്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് അതുപോലുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ വേണം. 5-6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് താമസിച്ചാൽ തന്നെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ജനങ്ങളുടെ ജീവനാണ് വാല്യൂ. ഓക്കെ, ഞാൻ അതിനകത്ത് എന്തായാലും ഒരു വീഡിയോ കാണാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പരമാവധി ഒരു വിഷയം ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കണം. ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പും കൂടെ കൊടുക്കണം. എല്ലാവരും ഈ വീഡിയോയിൽ ഹൈപ്പ് കൊടുക്കാത്തവരെല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുക്കണം. പരമാവധി ഷെയർ ചെയ്യണം. നമ്മൾ ഈ സുജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ വിമർശിച്ചിട്ടൊക്കെ ഉള്ള വ്യക്തികളൊക്കെ തന്നെ. പക്ഷേ ഈ ഒരു കാര്യം KSRTCയുടെ കാര്യം, ഈ സ്പീഡ്, ആ ഒരു കാര്യത്തിലാണ്. അതിപ്പോൾ ഏത് ഗവൺമെന്റ് വന്നാലും സ്പീഡ് കുറച്ച് പോകാൻ പറയണം. സംഭവം നടക്കുന്നത് അമ്പലപ്പുഴ വെച്ചിട്ടാണ്. സംഭവം കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രൊമോഷന്റെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോഴാണ് ഈ ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോഴാണെങ്കിൽ പോലും അവൻ കൈ കെട്ടി കൂസലില്ലാതെ നിൽക്കുകയാണ്. ആര്? ഈ ഡ്രൈവർ എന്ന് പറയുന്നവൻ. ഓക്കെ, ഏതോ ഒരു ചേട്ടൻ വന്നിട്ട് ഡ്രൈവർക്ക് നേരെ കൈവെക്കരുതെന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇയാളെല്ലാം കൂടെ എടുത്തിട്ട് കൈവെക്കുന്ന കാര്യമാണ് ഇപ്പം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇയാൾക്കും 2 കിട്ടിയെന്നൊക്കെ പറയുന്നത് ആള് കാണിക്കാൻ വന്നൊരു ചേട്ടനാണ്.
അപ്പോൾ ഡ്രൈവറെ കൈവെക്കരുതെന്ന്. അവരെടുത്തു പോവുക. എന്താ അവർക്ക് പ്രത്യേകത? അത് ചരിച്ചോണ്ട് അതിൽ വണ്ടി മുന്നില്ല. പോലീസ് ഹലോ, അയാൾ പാലത്തിന്റെ മേലെ വണ്ടി ഓവർടേക്ക് കയറി ഒരിക്കലും പോയി. ഞാൻ ചോദിച്ചു പാലത്തിന് ഓടിക്കാൻ പറ്റും. അതാണ് ആവശ്യം. നിയമം അവിടെ കേട്ടെ വണ്ടി സെറ്റാക്കി പറഞ്ഞു. അത് നിർത്താണ്ട് എടുത്തെടുത്ത് പോകും പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയോട് നോക്കിട്ടു പോയി പറഞ്ഞു വണ്ടി സെറ്റാക്കാൻ പറഞ്ഞു. അത് നിർത്താണ്ട് പോകാറുണ്ട്. അത് ഫുൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവന്മാര് നിർത്തത്തില്ല. ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. ആ വണ്ടിയുടെ കോലം കണ്ടില്ല. അത് നമ്മുടെ ലഹരി വേറെ ആളാണ്, ഇവിടുത്തെ ആളാണത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനൊരു കാര്യം പറയാം. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ആ സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ്, വണ്ടി ഇടിച്ച് പരുവായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവിടെ കിടന്ന് തർക്കവും ചെറിയൊരു മറ്റേ വന്നിട്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ച് അവനാ കൊണ്ട് കയറ്റിയത്. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു, എന്താ പറയുക, ചൂടായി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു താൻ എന്തോ ചെയ്യാനാ, തൻ്റെ ഭാഗത്തല്ലേ തെറ്റ്. അപ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ കൂടി, ഇപ്പോൾ നാട്ടുകാരൊക്കെ നമുക്ക് സപ്പോർട്ട്. പിന്നെ സ്കൂളുകാരെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ ഭയങ്കര സെന്റിമെന്റ്സ്. ഓക്കെ, ഞാനൊന്ന് ചേട്ടൻ പൊക്കും, 10,60,000 രൂപയുടെ പണിയുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കണം. 10,60,000 രൂപയുടെ പണിയുണ്ട്. ഓക്കെ ചേട്ടൻ പൊട്ടോ എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഈ ക്ലെയിം ചെയ്യിക്കുന്ന ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇയാളെ വിളിച്ചു, ചേട്ടാ സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എന്നോട് കയറി ചൂട്ടായി. കാരണം നമുക്ക് ആലപ്പുഴ ആ ഭാഗത്ത് അറിയത്തില്ലായിരുന്നു ആ ഒരു സ്ഥലം ഏതാണെന്ന്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് കയറി ചൂടാകുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, അതാ അവനെ വെറുതെ വിടണ്ടായിരുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമായിരുന്നു. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. ഞാനൊരു കാര്യം പറയും, ഈ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യം പാടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ല, അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ ഇത് ചെയ്യണം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. KSRTC എൻ്റെ കുഞ്ഞമ്മയുടെ മോനെ എൻ്റെ വണ്ടി കൊണ്ടിരിക്കുകയും ചെയ്ത് അവൻ്റെ വണ്ടിയൊക്കെ നാക്കുമ്പോൾ തന്നെ ഒരു 80-85 രൂപയായി. അത് എന്ത് ചെയ്യാനാ, പേര് നമ്പർ എഴുതി കൊടുത്തിട്ട് അവർക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു. അവന്മാർ പോവുകയും ചെയ്തു. ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ആൾക്കാർ മടുക്കും, എങ്ങനെയായാലും മടുക്കും. ഇതിന് നീതിയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആ ഒരൊറ്റ അഹങ്കാരം കൊണ്ടാണ് അവന്മാരിങ്ങനെ പോകുന്നത്. പക്ഷേ ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ വലിച്ചിരിക്കും. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇതെൻ്റെ ഇനി അടുത്തൊരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഇവന് അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളായിട്ട് സുജം വരുന്നുണ്ട്, അതും കൂടെ വെക്കാം. തട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്നലെ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലടിയിൽ വന്നുള്ള കുറച്ച് കമന്റ്സുകൾക്കുള്ള മറുപടിയാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ പിന്നീട് എന്തുണ്ടായെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറെ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറെ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറെ ഞാൻ തന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ചേർത്തൊരു വീഡിയോ ഒക്കെ ഒന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, പോലീസ് വന്നതിന് ശേഷം നേരെ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ബസ് നമ്മൾ വിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് റോഡിൽ കിടന്ന് ഷോ കാണിക്കുകയാണെന്ന്. ഞാൻ ഒറ്റ കാര്യം മാത്രം കണ്ട് ചോദിക്കുകയാണ്, നമ്മളെ വണ്ടിയും ഒരണ്ടിയിട്ട് KSRTC എടുത്തു പോയി. ഞങ്ങൾ വണ്ടി അപ്പത്തന്നെ വണ്ടി അവിടെ തിരിക്കാൻ വീട് ഞങ്ങൾ മറ്റേ സ്ക്രീനിൽ കാണിക്കാം. തിരിച്ച് ഞങ്ങൾ KSRTCയുടെ പിന്നാലെ ഞങ്ങൾ വന്നിട്ട് വളരെ മാങ്ങയായിട്ട് KSRTCനെ ഓവർടേക്ക് ചെയ്തിട്ട് കൈ പുറത്തേക്കിട്ട് നമ്മൾ കാണിച്ചു. എന്ത് വണ്ടി സൈഡാക്കെന്ന് പറഞ്ഞു. അയാള് ഗവൺമെന്റ് ജോലിയാണ്, KSRTC ഡ്രൈവർ എന്നുള്ള ഒറ്റ അഹങ്കാരം കൊണ്ട് അയാൾ വണ്ടി എടുത്തെടുത്ത് വന്നു. അതിനാണ് ഞങ്ങൾ എല്ലാവരും എന്റെ കൂടുതൽ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വണ്ടിയുടെ ഫ്രണ്ട് പോയി നിൽക്കുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോ ഞാൻ കണ്ടതാണ്. സുജൻ അവിടെ ചെന്ന സമയത്ത് ഇവനെ തട്ടുക,
വെച്ചാൽ വണ്ടി എടുത്തോണ്ട് ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ. ഞാൻ വല്ലതായിരുന്നെങ്കിൽ അവിടെ വല്ല കല്ലെടുത്തിട്ട് അവന്റെ നെഞ്ചത്തറിഞ്ഞാനെ, എന്റെയൊക്കെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ. പിന്നെ പോവാന്നുള്ള അഹങ്കാരമായി. അതുകൊണ്ടാണ് അവൻ കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന കാര്യങ്ങളും കേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കൂടെ വെക്കാം. നമ്മളെ വണ്ടി ഫ്രണ്ട് പോയിട്ട് നിർത്തുന്ന പറയുമ്പോ പോലും കൂടി അയാൾ ക്ലച്ച് വിട്ട് അയാൾ നമ്മളെ മേത്തേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുന്ന വണ്ടി. ഞങ്ങൾ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് അവിടെ നാട്ടുകാരൊക്കെ അവിടെ കൂടിയപ്പോഴാണ് വണ്ടി അവിടെ ആള് നിർത്തിയത്. അത് ഞങ്ങൾ പറഞ്ഞു പോലീസുകാരുടെ വണ്ടി അങ്ങനെ വിടില്ല. അയാൾ എന്ത് പറഞ്ഞാൽ പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് ജോലിയുടെ പോയി കേസ് കൊടുക്കുന്ന ആൾ പറഞ്ഞിരുന്നത്. ഞാൻ പിന്നെ ചോദിക്കുകയാണ്, ഗവൺമെന്റ് വണ്ടിയാണെന്നുള്ള ഒറ്റ അഹങ്കാരം കൊണ്ട് മാത്രമാണ് അയാൾ അങ്ങനെ കിടന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോ അവിടെ നാട്ടുകാരൊക്കെ ഇവിടെ കൂടി ഒരു ഭയങ്കര പ്രശ്നമായി. അപ്പേക്ക് പിന്നെ അവിടെ ബസ്സിൽ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് വേറെ ബസ്സിലേക്ക് കയറി. അതില് ആൾക്കാരൊക്കെ പറഞ്ഞു വണ്ടി എടുത്ത് സൈഡിൽ കയറി. നിന്റെ പറഞ്ഞു ഞാൻ നിന്റെ വണ്ടി അപ്പൊ തന്നെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞപ്പോ വണ്ടി എടുത്ത് സൈഡിൽ കിട്ടും. KSRTC ഡ്രൈവർ എടുത്ത് അവിടുത്തെ ആൾക്കാർ മൊത്തം പറഞ്ഞു വണ്ടി എടുത്തിട്ട് സൈഡ് ആക്കി എന്ന് പറഞ്ഞു. അവിടെ ബ്ലോക്ക് ആക്കണ്ടെന്ന് പറഞ്ഞു. ആ KSRTC ഡ്രൈവർ എന്താ കണ്ടത്, ആ റോഡിന്റെ നടുവിൽ വണ്ടി നിർത്തി. ഞാൻ ഇന്നലത്തെ വീഡിയോകൾ നോക്കിയാൽ മനസ്സിലാവും. ആ വീഡിയോയുടെ അവസാനത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ആ വണ്ടി ആ ആലപ്പുഴ റോഡിന്റെ നടുവിൽ ആൾ വണ്ടിയെ ഓഫാക്കി. ആ വണ്ടി അവിടെ ഓഫാക്കി. എന്തുകൊണ്ട് ഓഫാക്കിയത്? KSRTC ഡ്രൈവറാണ്, ഗവൺമെന്റ് വണ്ടിയാണെന്നുള്ള ഒറ്റ അഹങ്കാരം കൊണ്ട്. ഞാൻ പിന്നെ ഞാൻ നല്ല ഡ്രൈവർക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റോന്റെ നെഞ്ചത്തേക്ക് കുത്തിക്കയറ്റാനാണ് ഗവൺമെന്റ് വണ്ടി എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടോ ഈ നിയമത്തിനെ പറ്റിയൊന്നും ഞാൻ പറയില്ല. പക്ഷെ ആള് കാട്ടിയത് ശുദ്ധ പോക്കിത്തരാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിലേക്ക് പോയി പോലീസ് ആൾ അത്രയും ഒരു നമ്മളടുത്ത് ഗവൺമെന്റ് ജോലി എന്നുള്ള മാസ് കാണിച്ചത് കൊണ്ടാണ് നമ്മൾ വണ്ടി ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞത്. പോലീസ് വന്നോ, സ്റ്റേഷനിൽ പോയി. പോലീസുകാർ വളരെ കറക്റ്റായിട്ട് നമ്മളടുത്ത് നിയമവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വരാൻ പോണ പ്രശ്നങ്ങളെ പറ്റിയാണ് അവര് നമുക്ക് കറക്റ്റ് പറഞ്ഞു. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ആണല്ലോ. അപ്പൊ അവര് നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്റ്റേഷനിൽ പോയിട്ട് മറ്റേ KSRTC ഡ്രൈവർക്ക് പ്രശ്നമില്ല. ആള് മോളെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആള് ഹെഡ്ലൈറ്റ് ഇടാ പാലത്തിന് മേലെ ഞങ്ങൾ പറഞ്ഞ ആള് പറഞ്ഞ ആള് ഹെഡ്ലൈറ്റ് ഇട്ടിട്ടില്ലാന്ന്. അപ്പൊ ഞങ്ങൾ വീഡിയോ കാണിച്ചപ്പോ ആളും ഉണ്ടായിരിക്കുക. പാലത്തിന് മേലെ വണ്ടി വെറുതെ പോയി പറഞ്ഞു. അപ്പോഴും അല്ല പറഞ്ഞു. അതില് ഞങ്ങള് ആ വീഡിയോ കാണിച്ചപ്പോ പാലെന്താ ചേർന്നേ അതല്ലാന്നില്ലേ, പാലല്ലാന്ന്. അപ്പൊ നമ്മളെ കയ്യിൽ എല്ലാ തെളിവുണ്ട്, വീട് സഹിതം. പക്ഷെ അവര് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ മനസ്സിലാക്കണം, KSRTC ഡ്രൈവർ എന്നുള്ള ഒറ്റ അഹങ്കാരം മാത്രമാണ്. ഇന്നലെ ഞാൻ ആ വീഡിയോസ് ഇട്ടപ്പോ എത്രമായി ആൾക്കാർ എനിക്ക് ഇന്നലെ മെസ്സേജ് എന്ന് പറയും. എത്ര ആൾക്കാർ എനിക്ക്, അതായത് KSRTC അവിടെ വെച്ച് തട്ടി ഇവിടെ വെച്ച് തട്ടി, സോ ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരിക്കില്ല, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇത് തട്ടി കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ ഒറ്റ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അവർ പറഞ്ഞൊരു കാര്യമാണ്, KSRTC തട്ടി കഴിഞ്ഞാൽ നമ്മൾ വണ്ടർ പിന്നാലെ പോകാനോ വണ്ടി തടുക്കാനോ പാടില്ല. വണ്ടർ ഫോട്ടോ എടുത്തുള്ള ആ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുക. പിന്നെ 100 നമ്പറോ 102 ഏതോ നമ്പർക്ക് വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ മതി എന്നാണ് പോലീസുകാർ നമ്മളത് പറഞ്ഞത്. പിന്നെ വേറെ കാര്യം പറഞ്ഞത്, ആ വണ്ടി തടുക്കാൻ പാടില്ല. KSRTC തടുത്തു കഴിഞ്ഞാൽ ആ ട്രിപ്പ് മുടക്കിയുള്ള പൈസ പോലും നമ്മൾ കൊടുക്കണത്രേ. ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിയുമ്പോ തട്ടിയിട്ട് നിർത്താണ്ട് അവരൊരു ഇനി മാറേണ്ട ഒരു നിയമം ഈ ഒരു നിയമമാണ്. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. കാരണം എന്ന് വെച്ചാൽ ശരിയാവുന്നില്ല. ഇപ്പം റോഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കി ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, അത് വേറെ കാര്യങ്ങൾ. അപ്പോൾ ഉമ്മർക്ക് കുറച്ചും കൂടെ അഹങ്കാരം കൂടും, സ്പീഡ് കുറച്ചും കൂടെ കൂട്ടുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേ ചെന്നെത്തത്തുള്ളൂ. കാരണം ഒരു മയത്തിൽ പോകണം. ഇത് ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുണഞ്ഞ വർത്താനമായിട്ട് ഇറങ്ങുകയും ചെയ്യും നാശങ്ങളൊക്കെ. വണ്ടി നമ്മള് പിന്നാലെ പോകുമ്പോ അവര് സോറിട്ടോ അങ്ങനെ ഒരു വാക്ക് പറയാൻ കൂടെ അവർക്ക് വയ്യ. കാരണം അവർ ഈഗോ, ഗവൺമെന്റ് ജോലി എന്നുള്ള ഒറ്റ ധൈര്യം അവർക്ക്. അതെന്താ അങ്ങനെ? ഞാൻ എന്റെ ചോദ്യം ഇത്ര തന്നെ ഉള്ളൂ. അവരുടെ അഹങ്കാരം കൊണ്ട് മാത്രമായിരുന്നു ഇന്നലെ നമ്മളെ വണ്ടി അവിടെ നിർത്തിയത്, നമ്മൾ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണമൊക്കെ. പിന്നെ അതിന്റെ ഇടയിൽ വന്നിട്ട് ഇന്നലത്തെ വീട്ടിൽ കാണാൻ ഒരു പച്ച ഷർട്ടോ ചങ്ങായി, അയാൾ വന്നിട്ട് ഗവൺമെന്റ് ജോലിയാണ് മേത്തോടാൻ പാടുന്ന അയാളെ പിടിച്ച് ഇന്നലെ അവിടുത്തെ ആൾക്കാരെ ടച്ചിട്ടുണ്ടായിരുന്നു. അയാളെ ഫോട്ടോ ഞാൻ സ്ക്രീനെ കാണിക്കട്ടോ. പിന്നെ നമ്മളെല്ലാം ആ ചങ്ങായിനെ തല്ലിയിടാക്കി ആ നാട്ടുകാരൊക്കെ പാട് ചേർന്നിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അത്രയും ആൾക്കാരെ KSRTC ബസ്സിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നോക്കണം, അവരുടെ ഭാഗത്താണ് തെറ്റ്. നമ്മളെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുണ്ടായിട്ടില്ല. അവരാണ് KSRTC ഡ്രൈവറാണ് മാസ് കാട്ടിയിട്ട് റോഡിന്റെ നടുവിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വണ്ടി ഓഫാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അയാളാണ്. അല്ലാതെ നമ്മളല്ല വേറെ പ്രശ്നം കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ, KSRTC തട്ടി കഴിഞ്ഞപ്പോ ഞാൻ പറയാണ്, ഇപ്പൊ അവര് പോലും നമുക്ക് പറഞ്ഞിരുന്ന കാര്യം, KSRTC വരുമ്പോ നമ്മളെ വണ്ടി ചാലിക്കാണെങ്കിൽ വണ്ടി ഇറക്കിയിട്ടോ KSRTC പോകും. കാരണം KSRTC തട്ടിയാ ഒന്നും ചെയ്യാൻ പറ്റില്ല, കേസുമായിട്ട് വർഷങ്ങളോളം നമ്മൾ നടക്കണം. അങ്ങനെയാണ് നിയമത്രേ. ഇനി ഇതിനെ പറ്റി കൂടുതൽ വല്ല കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ കമന്റ്സായിട്ട് രേഖപ്പെടുത്താൻ എനിക്കും അറിയില്ല. ഇതാണ് ഇന്നലെ സംഭവിച്ചത്. സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അങ്ങോട്ടും സംസാരിച്ചു. നമ്മൾ കേസാക്കാൻ തന്നെ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ആൾ ഒത്തുതീർപ്പായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുതീർപ്പായി സംസാരിച്ചു. പിന്നെ നമ്മൾ വേറെ പ്രശ്നങ്ങൾ നിലവിട്ട് നമ്മൾ അങ്ങനെ പോകുന്നു. കാരണം അയാൾ കാട്ടിയ ഒരു മാസം കൊണ്ടാണ് ഇന്നലെ വണ്ടി അവിടെ നമ്മൾ വിടാതെ നമ്മൾ വട്ടം കുറഞ്ഞ് നിന്ന് സംസാരിച്ചത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇപ്പോഴും ഞാൻ വേറെ ആൾക്കാർക്കും പറയാണ്, KSRTC തട്ടിയിട്ട് ആ മിണ്ടാതെ തിരിക്കണ കാരണം നമുക്ക് പറ്റില്ല. നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയും ആഗ്രഹിച്ച് പൊന്നുപോലെ നോക്കി നടക്കുന്ന ഒരു വണ്ടിയുമ്പോൾ വന്നിട്ട് മറ്റൊരാൾ തട്ടുമ്പോഴേനെ നിങ്ങൾ ഇന്നലെ നെഗറ്റീവ് കുറെ ആൾക്കാരുണ്ടാകും, നമ്മൾ ഷോ കാണിക്കുകയാണെന്ന്. അവരുടെ കയ്യിൽ നിന്ന് വണ്ടി ഇല്ലാതിരിക്കട്ടെ, അവരെ വണ്ടിയിൽ നിന്നും KSRTC ഒന്ന് തട്ടാതിരിക്കട്ടെ. ഓക്കെ, അത് തട്ടുമ്പോഴേനെ നമുക്ക് അതിന്റെ മനസ്സിലാവുള്ളൂ. പിന്നെ ചില ആൾക്കാർ സത്യമല്ലേ അവൻ പറഞ്ഞ, കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്.
അവനൊരു നല്ലൊരു മെസ്സേജാണ്. എനിക്ക് തോന്നുന്നു അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തരുന്നൊരു മെസ്സേജാണ് ഈ ഒരു സംഭവം. അത് വരെ ഊട്ടായ്പ കാണിച്ചുകൊണ്ടിരുന്നവനാണ്. അത് ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. കാരണം ഇവനാണ് ആള്, അത് വേറെ കാര്യം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ആര് വന്നാലും അത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കോ ഞങ്ങൾക്കോ എനിക്കോ ആർക്കും വേണമെങ്കിലും ഇത് സംഭവിക്കാം. കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബസ്സിൽ പോകുമ്പോൾ ഇവന്മാർ കാണിക്കുന്ന തോന്നിവാസം ഒരു ദാക്ഷിണ്യമില്ല. കൊണ്ടിട്ട് വെട്ടിക്കുക, കൊണ്ടിട്ട് ഇടിക്കുക, ഇതൊക്കെ. എന്നിട്ട് നമ്മുടെ നെഞ്ചത്തോട്ട് വരികയും ചെയ്യും. കാരണം ഇവർ മുട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുട്ടിയാലും അവർ മുട്ടിയാലും എല്ലാം നമുക്ക് കേസ്. ആ ഒരു നിയമം മാറണം. ചോദിക്കും വണ്ടി ആകുമ്പോൾ തട്ടും മുട്ടും ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസും പേപ്പറൊക്കെ നമ്മളെ വണ്ടി ക്ലിയർ ആണ്. പക്ഷെ ഞാൻ ചോദിക്കത്തുള്ളൂ, വണ്ടി തട്ടി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വണ്ടി ഇതാക്കിയിട്ട് സോറി അത് പറയുന്നോണ്ട് എന്താ കുഴപ്പം? തെറ്റ് പറ്റി അത് സമ്മതിക്കണം. അല്ലാണ്ട് അവിടെ മാസ് കാണിക്കില്ല, റോഡിന്റെ നടുവിൽ ഇട്ടിട്ട് ഇത്രയും വലിയ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും KSRTC തട്ടി, ഞാൻ പിന്നെയും പറയണം, KSRTC തട്ടിയ ഫോട്ടോ എടുക്കുക, സ്റ്റേഷനിൽ അയച്ചു കൊടുക്കുക. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 6-7 കൊല്ലം തിരുവനന്തപുരത്ത് KSRTC പോയി വരണമെന്നാണ് ഇത്ര നിയമം. ബൈ. കൊള്ളാം. ഇപ്പം അവന് പൈസ കൊണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്താനെ, വിട്ടുപോയാനെ. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ലവ് യു ഓൾ ഗൈസ്.